എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ് നമ്മങ്ങനെ ഇപ്പം ശ്രീനഗർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള പാത കുറച്ച് ദുഷ്കരമായ ഏരിയ ആണ്. ഫുള്ള് കുന്നാണ് കേട്ടോ. ഒരു 100 കിലോമീറ്ററൊക്കെ കുന്നാന്നാണ് പറഞ്ഞത്. ഇതുവരെ ഇല്ലയിൽ വെച്ച് കുറച്ച് ഡേഞ്ചറസ് സോണാണ്. പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഫുൾ ആർമീസ് ഉണ്ട് റോഡ് സൈഡിനൊക്കെ. എന്താണെന്നറിയില്ല. ഇതൊക്കെ ഒരു സൈഡ് ഫുള്ള് കൊക്കയാണ്, ഇപ്പുറം ഫുള്ള് മറ്റേ ഇതാണ്. സംഭവം ഒരു 100 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ അത് ഫുള്ള് കുന്നായതുകൊണ്ട് കയറാൻ ഒരു 5-6 ദിവസം എടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഫുള്ള് കുന്നാണ് കേട്ടോ. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഫുള്ള് ചുരം പോലത്തെ ഒക്കെ റോഡാണ്, കേട്ടോ. ഇതിലൂട്ട് പോയിട്ട് അതിലൂട്ട് പോകണം. ഫുള്ള് ഭയങ്കര കയറ്റെന്ന് പറഞ്ഞു. ഇവിടെ കുറേ ടണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വഴിയിലൊക്കെ മിലിറ്ററിൻസ് മറ്റേ ചാക്കൊക്കെ കെട്ടി നെറ്റൊക്കെ വിരിച്ചിരിക്കുന്നു കേട്ടോ. ഒക്കെ യുദ്ധം ഉണ്ടാവുന്ന സ്ഥലമാണോ എന്തോ മനസ്സിലാവുന്നില്ല ഗൈസ്. ये बोल रहा है कि आप बच्चा हो, चाइल्ड, डर जाओगे। टेररिस्ट? हाँ, शी इज कॉमेडी लेडी। मैं खुद नहीं जाता उधर। नहीं जाता हूँ। ओ, पर क्यों? डर। ओ, fear. No fear. Something से वो कहते हैं ना वो Bomb. doubt and fear is the biggest obstacles of your life. Yeah. Don't fear. Yeah. Okay. Guys, അവിടെയൊക്കെ മഞ്ഞമല ഉണ്ട് കേട്ടാ. മഞ്ഞമല കണ്ട അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത് ഗൈസ്. ഫുള്ള് ട്രാഫിക് ബ്ലോക്കും. ഈ റൂട്ടിൽ കടകളൊക്കെ വളരെ കുറവാണ്. ഒരു 4 മണിയാകുമ്പോഴൊക്കെ തന്നെ സ്റ്റേ തപ്പി തുടങ്ങേണ്ടി വരും. വളരെ മനോഹരമായൊരു നദി. I've got an itch I can't scratch, I'm missing a piece that completes a whole part of me, an open wound scar to see. Everybody come here, gather round, welcome to the freak show, the best in town. What the hell's wrong with me? I don't get along with anybody, honestly. I've been living in my own head constantly, thoughts jumbled round, think I need a new lobotomy. Wait, all these thoughts are too negative, I don't wanna get lost in the sedative. Gotta show them what I got, I'm competitive. You know I'm about to go off, I won't let them win, I'll take a stab. I wanna chase the bag, I wanna weigh, I can change all the things I lack. I gotta face the facts, I got a taste in that. Got me obsessed with the rest, I got an itch to scratch. Lonely now, I'll give up everything. If I could see my dreams, I'll make things right. 'Cause I'll do anything to make one up. അപ്പം ഗൈസ് നമ്മങ്ങനെ ഇതേതോ ഒരു ധാബയുണ്ട് കേട്ടോ. ഇന്നലെ നമ്മ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അവരൊക്കെ അവിടെ ടെൻ്റ് അടിക്കാൻ ചോദിച്ചാണ്. അവരുള്ളിൽ ബെഡും ഇതൊക്കെ ആക്കി തന്നു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഭയങ്കര തണുപ്പാന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ആർമിക്കാരനുണ്ടായിന്. അവിടെ ഫുൾ ടൈം സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുൾ ആർമീസിൻ്റെ ഏരിയ ആണ്. ഫുൾ ആർമി കൺട്രോൾസ് ആണ് കേട്ടോ. ഇവിടുത്തെ ആളെല്ലാം ഫുള്ള് നെഗറ്റീവാണ്. പോകാൻ പറ്റൂല, പോണ്ട. ഒരു തമിഴൻ ആർമിക്കാരനുണ്ടായിന്. അയാളൊക്കെ ഇഡലിയും സാമ്പാറൊക്കെ കഴിച്ചേട്ടാ. അപ്പം ദേ ഇവനാണ് ആള്. ഓ ബായ്. ഇയാൾ നമുക്ക് ഫുഡും യുവർ നാം? My name is Rahul. രാഹുൽ. ഇതൊക്കെ എടുത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. Okay. നൈസ് ടു മീറ്റ് യു. ഓക്കെ.
मुझे साथ भी कर लो। या कॉलेज പോണേണ हाँ कॉलेज किधर है उधमपुर ओके थैंक यू नाइस टू मीट यू या मैं वापस आएगा അപ്പോൾ തിരിച്ച് ഇതിലോട്ട് തന്നെ നമുക്ക് പോകണം കേട്ടാ ഗൈസ് നമ്മൾ പോകാൻ പോകണതാണ് കേട്ടാ ആർമീസ് ഉണ്ടാവും ഫുൾ ടൈം ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ പോകും ഓക്കെ ബൈ നൈസ് ടു മീറ്റ് യു मंथ हो गया क्या है कोई वार्ता देने के लिए आ रहे हो ना ऐसे ही घूमने आ रहे हो से घूमना है चलो अब आपका पैदल भी आ रहा है ना ഗായ്സ് ഇവിടെ നല്ല കാറ്റാണ് കേട്ടാ കിടിലം പ്ലേസാണ് താഴെ പൊളി ഇവിടെ ഒരു ഹോട്ടല് സൈക്കിളെല്ലാം കാറ്റ് പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽമെറ്റും ഫുള്ള് കാറ്റ് പിടിക്കാനാണ് ഗായ്സ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഗായ്സ് അവിടെ ഒരു വലിയ ടണലുണ്ട് ആ റോഡിലോട്ട് സൈക്കിൾ കടത്തി വിടൂല തേർഡ് ഹൈവേയിലെ കുതി അയ്യോ ഒരു 40 കിലോമീറ്റർ വളഞ്ഞിട്ട് വേണം ഇനി പോകാൻ ആർക്ക് സീനാണല്ല അയാൾ പറഞ്ഞു വേണമെങ്കിൽ വണ്ടി കയറ്റി കൊണ്ടുപോയിക്കോണം പക്ഷേ ആർമീസിനെല്ലാം കണ്ടായിരുന്നു അവർ പറഞ്ഞ് പട്ടിനിട്ടോപ്പ് റൂട്ട് വഴി നല്ലതാണ് അവിടെ നല്ല കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ നമുക്ക് അതിലോട്ടൊന്ന് പോയി നോക്കാം ഗായ്സ് പോകേണ്ട റൂട്ടാണ് കേട്ടാ ഫുള്ള് ഡാർക്കാണ് നോക്കിയേ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് ഫുള്ള് ചുരം പോലത്തെ റൂട്ടാണ് ഗായ്സ് ഡാർക്കാണ് ഇതാണ് ടണൽ വരണത് കേട്ടാ ടണൽ കുറേ ലോങ് ആയതുകൊണ്ട് സൈക്കിൾ കടത്തി വിടൂല ഇവിടെയാണ് പട്ടിനിട്ടോപ്പ് അവിടെയാണ് നമുക്ക് പോകേണ്ടത് നല്ല പ്ലേസാന്ന് പറഞ്ഞത് അപ്പം ഗൈസ് നമ്മങ്ങനെ ഇപ്പോൾ എവിടെ എത്തിയാടാ അപ്പം ഗൈസ് നമ്മിങ്ങനെ പട്ടിനിട്ടോപ്പ് അല്ലേ പട്ടിനിട്ടോപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നമുക്കിതേ ഒരു ചെങ്ങാനെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരെന്താ പറഞ്ഞത് എൻ്റെ ഒരു ഷൈനോ ഇവനെ കുറിച്ചൊരു ഫുൾ വീഡിയോ വേറെ ഞാൻ ചെയ്യുന്നുണ്ട് നടന്നിട്ടല്ലേ അപ്പോൾ ഇവനാള് ചില്ലറക്കാരനൊന്നുമല്ല ഒരു 5-6 കൊല്ലമല്ല ഇറങ്ങിയിട്ട് ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേറെ വീഡിയോ ചെയ്യാം ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഗൈസ് ഫുള്ള് കിടിലം പൊളി സ്ഥലമാണല്ലേ എങ്ങനെയുണ്ട് വെച്ചാ പൊളിയല്ലേ സ്ഥലം ചിലർ പറയുന്നത് ഇവിടെ മലകളും മഞ്ഞുകളും മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോ അതൊക്കെ ഗ്രാമം കണ്ടോ ഉള്ളിലൊക്കെ അങ്ങോട്ടൊക്കെ റോഡ് ഉണ്ടടാ റോഡ് ഇഷ്ടം പോലെ അവിടെയൊക്കെ മഞ്ഞുമല ഉണ്ടല്ലേ ദേ അവിടെയൊക്കെ ഫുൾ ഐസായി കിടക്കണേണ് പട്ടിനിട്ടോപ്പ് എങ്ങനെ ഐസാണോ ഓ അപ്പൊ അവിടെ ടണലുണ്ട് ടണലിലെ കൂടെ നമുക്ക് പോകാൻ പറ്റൂല അല്ലേ അതിലെ പോണെങ്കിലേ കയറ്റി വിടില്ല ടോളുകാരും കയറ്റി വിടില്ല അപ്പൊ അമ്മ ഇപ്പൊ അങ്ങനെയുള്ളത് പട്ടിനിട്ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ ഓ ഫുൾ ഐസാണ് ഗായ്സ് ഗായ്സ് ഫുള്ള് സ്ലിപ്പാണ് കേട്ടാ ദേ നോക്ക് വാവ് പൊളി പൊളി വൈബാണ് ഗായ്സ് ഒരു രക്ഷയില്ല ദേ ഇങ്ങനെ ഇരുന്ന് പോകാൻ പറ്റും കൊള്ളാ പൊളി എങ്ങനെയുണ്ടോ വെച്ചാ ദേ പിന്നെ ഐസാണ് ഗായ്സ് വൈബാണ് കേട്ടാ ദേ ഐസ് എടുത്തടാ എടുക്കാൻ പറ്റുന്നില്ല എന്നാ നീ എടുക്കണ്ട എന്നാലും നമ്മ ഇപ്പോൾ ഇവിടുന്ന് അധികം ടൈം വേസ്റ്റ് ആക്കുന്നില്ല അല്ലേ ഒക്കെ നേരെ കാശ്മീർ പോകാണ്ട് മണാലി പോകാണ്ട് അവിടെയൊക്കെ പോയി കാണാനുണ്ട് ഐസൊക്കെ ഇവിടെ എന്തായാലും കുറവാണ് ഇതേ ഇവിടെ നമ്മ ഐസ് കാണാനായിട്ട് കുറേ വളഞ്ഞിട്ട് വന്നതാണ് കേട്ടാ അവിടെ മുകളിൽ എന്തൊക്കെയോ കാഴ്ചകൾ കാണാനുണ്ട് ഒക്കെ എന്നാൽ പോവാണോ പൊളി വൈബാണ് ഗൈസ് ദേ ഇങ്ങനെ ഐസ് ഇങ്ങനെ കാര്യം കൊണ്ട് ഇങ്ങനെ തട്ടിക്കളിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അയ്യോ സംഭവം ഇവിടെ ഫുൾ ഐസാണെങ്കിലും ആ ഗുജറാത്തിലുണ്ടായ ഒരു തണുപ്പൊന്നും ഇല്ല കേട്ടാ അല്ലടാ വലിയൊരു തണുപ്പിൻ്റെ ഫീൽ ഒന്നും ഇല്ലല്ലോ വലിയ തണുപ്പൊന്നുമില്ല ഇല്ല
വലിയ തണുപ്പാന്നല്ലൊക്കെയാ പറഞ്ഞത്. ആ ആ നോർമലും തണുപ്പാ. ആ താങ്ങാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ കേട്ടാ. ഇത് ശരിക്കും പട്ടിനിടോപ്പിൽ ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയാണ് പോകുന്ന വഴി തന്നെ കുറച്ചുള്ളിലോട്ടാണ്. അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം. ഹോഴ്സ് റൈഡിങ്ങും ചിൽഡ്രൻസ് പാർക്കും ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഫുള്ള് മഞ്ഞാണ്. ശരിക്കും വരുന്ന വഴിക്കൊന്നും ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല. ഇവിടെ നിന്നാണ് നമുക്ക് മഞ്ഞ് കാണാൻ പറ്റിയത്. ഫുള്ള് ചളിയാണ് ഗൈസ്. മഞ്ഞ് ഉരുകി വെള്ളങ്ങളായി വരണതാണ്. ഗൈസ് ഫുൾ ഐസാണ് കേട്ടോ. കോൺക്രീറ്റ് ഇട്ട പോലെയാണ് കിടക്കുന്നത്. ഇതേ എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്, ഒരു രക്ഷയില്ല. പൊളി വൈബാണ് കേട്ടാ. ശരിക്കും നമ്മൾ പോകേണ്ട റൂട്ട് ഇതല്ല. ടണൽ വഴി സൈക്കിൾ കടത്തി വിടാത്തതുകൊണ്ടാണ് ഇതിലോട്ട് വന്നത്. അതിൽ വന്നത് മുതലായി. ഒരു രക്ഷയില്ല, പൊളി വൈബാണ് ഗൈസ്. അപ്പം പട്ടിനിടോപ്പ് കാണാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടാ. ഓ മറ്റേ റോപ്പൊക്കെ ഉണ്ട് കേട്ടാ. പൊളിയാണ്. എവിടെയൊക്കെ മഞ്ഞുമലയുണ്ട്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ എല്ലാവരും വഴിയിൽ നിന്ന് ചീത്തി കത്തി കണ്ടല്ല. ഓ അച്ഛാ പാട്ടെ. കേരള. യൂട്യൂബ്. അപ്പം നവംബർ ഡിസംബർ ടൈമെല്ലാം ഇവിടെല്ലാം ഫുള്ള് സ്നോ ആയിരിക്കും അല്ലേ. അതെല്ലാം വണ്ടി വന്ന് ക്ലീൻ ആക്കുന്നാണ് പറഞ്ഞത്. ഫുള്ള് സ്നോൻ്റെ ഏരിയ ആണ് ഈ ഫുള്ള് സർക്കിൾ. ഫുള്ള് ഇതൊരു ഉള്ളേരിയ ആണ് കേട്ടാ. NH ന്ന് ഉള്ളോട്ട് വരണം കുറച്ച്. ഫുള്ള് ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. എന്തൊക്കെയോ ഉണ്ടല്ലേ. അതർ അവിടെ ഒരു ടെമ്പിൾ ആണ്, മന്ദിർ. ബാബാ മന്ദിർ ഉണ്ട്. ഇവിടെ ഗ്രീൻ പാർക്ക് ഉണ്ട്. ആൻഡ് ആപ്പിൾ ട്രീ. ऊपर है. यस. നമുക്ക് ഏതായാലും ആപ്പിൾ ട്രീ കാശ്മീർ പോയിട്ട് നോക്കാം അല്ലടേ. ഇന്ന് അധികം ടൈം കളയാനില്ല. അപ്പം ഗൈസ് ഇതാണ് കേട്ടാ മറ്റേ ഏതാന്ന് പട്ടിനിടോപ്പിലേക്കുള്ള റൂട്ട്. ഇതൊക്കെ കണ്ട ഫുള്ള് നല്ല കിട്ടില്ല വ്യൂ ആണ്. ഓ ഒരു രക്ഷയില്ല കേട്ടാ. പൊളി വൈബാണ് ഗൈസ്. ഫുള്ള് കുതിരകളാണ് കേട്ടാ. പിള്ളേരെല്ലാം ഓട്ടി കളിക്കണതാണ്. ഇതേ റോഡ് സൈഡൊക്കെ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയാണ് കേട്ടാ. എന്തായാലും ഇപ്പം കുറവാണെന്നാണ് പറഞ്ഞത് അല്ലടാ. എന്തായാലും മഞ്ഞെല്ലാം വെള്ളമായി തുടങ്ങി. അപ്പം ഗൈസ് നമ്മൾ അങ്ങനെ ഇപ്പം ഉള്ളത് ഇപ്പോൾ ഒരു മന്ദിരാണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടത് ഒരു 1.5 പടലാണ്. ഇപ്പോൾ ഒരു 8-9 മണിയായി. നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിലെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് താഴേക്ക് പോകുമ്പം ആളുകൾ പറയും താഴേക്ക് പോകണ്ട, അവിടെ കടുവയുണ്ട്, രാത്രി പോകാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? കടുവ, ചീറ്റ. 5 വർഷം മുമ്പ് ഒരു കുതിരനെ പിടിച്ച ഫോട്ടോ എല്ലാം കാണിച്ചു തന്നു. അങ്ങനെ ടെൻ്റൊന്നും അടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ആദ്യം ഒരു 5-6 കിലോമീറ്റർ തിരിച്ചു വന്നു. കാട്ട സീനാണല്ലേ. ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ? എനിക്ക് ഇല്ല. അതാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും ഫുള്ള് ഫോട്ടോ കാണിച്ചു തരുന്നത്. ഇത്രനഹി ആട്ടിപ്പായിക്കണയാണല്ലേ. ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കാൻ പറ്റുന്നില്ല. ജാവോ അങ്ങനെ ഇവിടെ ഒരു മന്ദിരത്തിലെത്തി. അപ്പോൾ അവർക്ക് കുറച്ച് വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ട്. അവർ പറഞ്ഞേക്കുന്ന അവർ ഓർത്തേക്കുന്ന കള്ളന്മാരാന്ന് ഓർത്തെ. നമ്മള് കള്ളന്മാരല്ലോ, നല്ല മനുഷ്യന്മാര്. എന്നിട്ട് അവർ നമുക്ക് ഇവിടെ ഒരു റൂം വന്നു കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ കാശ്മീരിൽ നമുക്ക് ഒരുപാട് കാണാനുണ്ടല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.